താമരപ്പാടത്ത് മഹാസഖ്യം തകർന്നടിഞ്ഞു. എല്ലാ പ്രവചനങ്ങളും അപ്രസക്തമാക്കി ബീഹാറിൽ മിന്നും വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് NDA. ഡബിൾ സെഞ്ചുറി കടന്ന ജയത്തിൽ മഹാസഖ്യം നിലം പരിശായി. പോസ്റ്റൽ ബാലറ്റിൽ തുടങ്ങി വോട്ടെണ്ണൽ അവസാനിക്കും വരെ മഹാസഖ്യത്തെ ഏറെ പിന്നിലാക്കിയായിരുന്നു NDAയുടെ തേരോട്ടം. 243-ൽ 203 സീറ്റും നേടി. വീണ്ടും അധികാരത്തിലെത്തുന്നത് BJP മാത്രം 90 സീറ്റ് സ്വന്തമാക്കിയാണ്. വെറും 6 സീറ്റിലൊതുങ്ങി കോൺഗ്രസ്. RJDക്ക് നഷ്ടമായത് 48 മണ്ഡലങ്ങൾ. മഹാവിജയത്തിനു പിന്നാലെ ദില്ലിയിലെ BJP ആസ്ഥാനത്തെത്തിയ നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് പ്രവർത്തകർ നൽകിയത്. ബീഹാറിൽ ഇനി ഇന്ത്യ സഖ്യം തിരിച്ചു വരില്ലെന്നും കോൺഗ്രസ്, മുസ്ലിം ലീഗ്, മാവോയിസ്റ്റ് പാർട്ടിയെന്നും മോദി പരിഹസിച്ചു. आज कांग्रेस मुस्लिम लीगी माओवादी कांग्रेस यानी MMC बन गई है। ये कांग्रेस मुस्लिम लीगी माओवादी कांग्रेस है, ये MMC है और कांग्रेस का पूरा एजेंडा अब इसी पर चलता है। और इसलिए अब कांग्रेस के भीतर भी एक अलग धड़ा पैदा हो रहा है जो इस नेगेटिव पॉलिटिक्स से असहज है। ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, വെരി ഗുഡ് ഈവനിങ്. ആദിൽ പാലോട്, ഒടുവിൽ മഹാസഖ്യം തകർന്നടിഞ്ഞു. നിതീഷ് കുമാർ അൺസ്റ്റോപ്പബിൾ സൂപ്പർ എക്സ്പ്രസ് ആയി മാറി. 203 എന്ന നമ്പറിലേക്ക് എത്തി. കോൺഗ്രസ് അമ്പയെ തകർന്നടിഞ്ഞു. എന്താണ് വിജയചിത്രം ഒടുവിൽ? അരുൺകുമാർ, NDA കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ച അപ്രതീക്ഷിതമായ ജനവിധിയാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. മഹാസഖ്യം എന്നൊന്ന് ചിത്രത്തിലേ ഇല്ല എന്നതാണ്. മത്സരം നടക്കുന്നത് BJPയും JDUവും തമ്മിലാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം 101 സീറ്റുകളിൽ വീതം മത്സരിച്ച BJPയും JDUവും 89ഉം 85ഉം സീറ്റുകൾ വിജയിച്ചതായുള്ള പ്രഖ്യാപനം ഇതിനോടകം തന്നെ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിരിക്കുന്നു. 29 സീറ്റിൽ മത്സരിച്ച് ചിരാഗ് പസ്വാന്റെ പാർട്ടി 19 സീറ്റിൽ വിജയിച്ചിരിക്കുന്നു. ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച 6 സീറ്റിൽ മത്സരിച്ച് 5 സീറ്റിൽ വിജയിച്ചിരിക്കുന്നു. ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് തന്നെ പറയാവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. എല്ലാ മേഖലകളിലും വിജയം NDAക്ക് അനുകൂലമായി. 200നും മുകളിലേക്ക് 160 സീറ്റാണ് BJP തന്നെ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് പറയേണ്ടി വരും. അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. എക്സിറ്റ് പോൾ ഫലങ്ങളാകട്ടെ 130 മുതൽ 140 വരെ എന്നൊക്കെയാണ് പ്രവചിച്ചിരുന്നത്. ഏതായാലും പ്രവചനങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്കുള്ള വിജയമാണ് BJP നേടിയിരിക്കുന്നത്. ഇതിനിടയിൽ ജൻസുരാജ് പാർട്ടിക്കോ പ്രശാന്ത് കിഷോറിനോ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സീറ്റിൽ പോലും ജൻസുരാജ് പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതിനിടെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി 5 സീറ്റിൽ വിജയിച്ചു. കോൺഗ്രസ് 6 സീറ്റിൽ മാത്രമാണ് വിജയിച്ചത് എന്ന വസ്തുതയുണ്ട്. ഏതായാലും മഹാഗഡ്ബന്ധൻ എന്ന മഹാസഖ്യത്തെ നിഷ്പ്രഭമാക്കുന്ന വിജയമാണ് ബീഹാറിൽ BJPയും JDUവും ചേർന്ന് നേടിയിരിക്കുന്നത്. ഏതായാലും നിതീഷ് കുമാർ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആയി തുടരും എന്ന കാര്യവും ഉറപ്പിച്ചിരിക്കുന്നു. അരുൺകുമാർ.